ഒരു പടം എടുത്തോണ്ടിരിക്കുമ്പോൾ പറഞ്ഞു കോടീശ്വരനായിട്ട് അടുത്ത ഇനി പടം എടുക്കാന്ന് പറഞ്ഞു. അവിടെ സെറ്റിൽ പോയി തന്നെ പറഞ്ഞു, ഒറിജിനൽ ജടയാണെങ്കിൽ ഒരു കത്തി വെച്ച് ശകല ഒന്ന് മുറിച്ചു കഴിഞ്ഞാൽ ആ ജടയെന്ന് ബ്ലഡ് ഒലിക്കും. കപ്പലിന്റെ വിറ്റോണ്ടിരുന്ന ഒരു ശശിധരൻ നായർ ഉടുക്കാനൊരു തുണിയില്ല, ആകെ ഉള്ളത് ഒരു നിക്കറും ഒരു ഉടുപ്പുമാണ്. ഈ കപ്പലിൽ 10 പൈസയുടെ കപ്പലിൽ വാങ്ങിക്കുമ്പോൾ 5 പൈസ ലാഭം കിട്ടും. ഇന്ന് കുരിശാമി ശശി എന്ന് പറയുന്ന ആളിന് അന്ന് പാല് ശശി എന്ന് പറഞ്ഞാൽ എവിടെ പറഞ്ഞാലും അറിയും. ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ പിറക്ക മഴ, ഫ്രണ്ടിൽ മഴയില്ല, നക്ഷത്ര ഫലം പറയുന്നത് കേൾക്കാം, ശരിയോ തെറ്റോ എനിക്കറിയില്ല, എന്നാൽ അത് തെറ്റാണ്. ഹായ് ഹലോ നമസ്കാരം, മൂവി വേൾഡ് മിനി സ്ക്രീനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേ ആയിട്ട് നമ്മളൊരു മുരാരി തന്ത്രിയുടെ ഇൻ്റർവ്യൂ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോടൊപ്പം ഇരിക്കുന്ന തന്ത്രി അല്ല, തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പേര് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. ആറ്റുകാൽ എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്, ഗുരുസ്വാമി ആറ്റുകാൽ പി ശശിധരൻ നായർ സാർ. അപ്പം നമസ്കാരം. എന്ത് വിളിക്കണമെന്ന് അറിയത്തില്ല, അച്ഛാന്ന് വിളിക്കണോ അല്ലെങ്കിൽ പിന്നെ ഗുരുസ്വാമി എന്ന് വിളിക്കണോ, എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. പക്ഷെ എനിക്കിപ്പോൾ വിളിക്കാൻ തോന്നുന്നതേ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് നരേന്ദ്രമോദി സാറ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നതിലുണ്ട് കേട്ടോ. കാണുമ്പോൾ അമ്മ അവിടെ നിന്ന് ചിരിക്കുന്നു പറഞ്ഞപ്പോൾ ഒരുപാട് ഉണ്ടോ? ഒത്തിരി പേര് ഇദ്ദേഹം നേരത്തെ പറഞ്ഞൊരു വാക്ക്, പോറ്റിന്ന് വിളിക്കണോ തന്ത്രി എന്ന് വിളിക്കണോ ചോദിച്ചു. എന്നാൽ ഞാൻ തന്ത്രി പദം കിട്ടിയവനാണ്. വേലാങ്കോടി ദേവി ക്ഷേത്രത്തിലെ തന്ത്രി ഞാനാണ്. നമ്മൾ അറിയത്തില്ലല്ലോ ഇപ്പൊ എന്താണ് ഏത് ലെവലിലാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഗുരുസ്വാമി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഗുരുസ്വാമി എന്ന് പറയും. തെങ്ങെല്ലാം കൊണ്ട് വെച്ചതിന് ശേഷമേ ഗുരുസ്വാമി ആവുള്ളൂ. ഇതും അതുപോലെ തന്നെയാണ്. ഫസ്റ്റ് അതായത് ഈ കാവടി ഐറ്റം അതും ഗുരുസ്വാമി ഇതും ഗുരുസ്വാമി, പേര് രണ്ടും ഒന്നാണ്, പക്ഷെ ഐതിഹ്യങ്ങൾ രണ്ടാണ്. അയ്യപ്പൻ എന്ന് പറയുന്നത് പിന്നെ മുരുകൻ്റെ സഹോദരൻ. അപ്പോൾ അദ്ദേഹത്തിന് വേറെ രീതി, ഇദ്ദേഹത്തിന് വേറെ രീതി. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നെയ്യഭിഷേകം, ഇദ്ദേഹത്തിൻ്റെ മുരുകൻ്റെ പ്രധാന അഭിഷേകം എന്ന് പറയുന്നത് ഭസ്മമാണ്. അപ്പോൾ കുരുക്കന്മാർ രണ്ടും ഒന്നാണ്, അതിന് മാറ്റം. പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ അച്ഛൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ അല്ലെങ്കിൽ ഗുരുസ്വാമിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ എല്ലാം സിനിമാ താരങ്ങളാണ്. ഏറ്റവും കൂടുതൽ സുരേഷ് ചേട്ടനായിട്ടാണ് കൂടുതലും വിഷ്വൽ കണ്ടിരിക്കുന്നത്. അതിനകത്ത് സ്വർണത്തിൽ പൊതിഞ്ഞൊരു സാധനം, അതിന് തിടമ്പെന്ന് പറയല്ലേ, അതുവരെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടുത്തെ എവിടെ കാവടി നടന്നിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ട് പറയാം, ഗുരുസ്വാമി ആറ്റുകാൽ പി ശശിധരൻ നായർ പിന്നെ നായരായിപ്പോയി, നായർ ചെയ്ത് വിട്ട കാവടി ആണ് ഏത് ക്ഷേത്രത്തിൽ നടന്നാലും ഞങ്ങളത് അവരുടെ ചില നിബന്ധനകളിൽ നമുക്ക് പാലിക്കാൻ പറ്റാത്തതിനെ കൊണ്ട് നമ്മൾ വിട്ടേച്ച് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ല നമ്മളെ പറഞ്ഞു വിട്ടു പോയതല്ല, നമ്മൾ ഭഗവാന് പടുത്തരം കൊടുത്ത് ഇവരുടെ രീതി അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റില്ല, ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയിട്ടാണ്. അന്ന് ആ സമയത്താണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവും അദ്ദേഹത്തിനെയും പോയി വിളിച്ച് ഇദ്ദേഹത്തിനെയും വിളിച്ചാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവും അഭിഷേകം നിറച്ചു, ഇദ്ദേഹവും അഭിഷേകം നിറച്ച സമയത്ത് അപ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് വന്നു, 18 അഭിഷേകം നിറയ്ക്കണം, 18 കൊല്ലം. അത് ഇദ്ദേഹം 18 കൊല്ലം വന്നേ പറ്റൂ. സുരേഷ് അതിപ്പോൾ ഇരിക്കുകയല്ലോ ചോദിച്ചാൽ വന്നേ പറ്റൂ. പക്ഷേ ഈ 18 കൊല്ലത്തെ അഭിഷേകത്തിൻ്റെ സാധനം ഇദ്ദേഹം തരണം, ഇവിടെ വന്ന് അഭിഷേകം ചെയ്യും. പിന്നെ ഇന്ന് കാണുന്നതല്ല, ചിലപ്പോൾ അല്ല, അടുത്ത ടേണിൽ വരുമ്പോൾ ഒരു മന്ത്രിയായിട്ട് വരാനുള്ള വഴി കാണട്ടെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണ് തുടക്കം. അപ്പം അങ്ങനെ ഇരുന്ന് അഭിഷേകം എല്ലാം കഴിഞ്ഞു, അദ്ദേഹം പോയി. ഒരു 3-ൻ്റെ അന്ന് എന്നെ വിളിച്ചായിരുന്നു. നമ്മളോട്ട് അങ്ങനെ സംസാരിച്ച് വന്നപ്പം അടുത്ത കൊല്ലത്തേക്കുള്ള സമയമായി. അപ്പോൾ വന്നപ്പോഴാണ്, 2ാമത്തെ കൊല്ലം വന്നപ്പോഴാണ് ഞാനൊരു മുരുകനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ മുരുകൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത്, അത് യാതൊരു ഫോട്ടോയിലൂടെ കാണണം, അവിടെ ഇരിക്കുമെന്ന് അറിയില്ല, കൊടുത്തിട്ട് അന്ന് വന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ്. അപ്പോൾ അതിന് മുമ്പേ വന്നിട്ടുള്ളതാണ് ലക്ഷ്മിബായി തമ്പുരാട്ടി. അത് കഴിഞ്ഞിട്ട് കേരളത്തിനകത്ത് ആദ്യമായിട്ടൊരു ഉദ്ഘാടനത്തിന് വരുന്നതാണ് പന്തളത്ത് മഹാരാജാവ്. ഇവിടെ കേരളത്തിൽ അദ്ദേഹം വന്നിട്ടേ ഇല്ല. ഞങ്ങളുടെ ഫംഗ്ഷന് ഞങ്ങൾ വിളിച്ചു, വന്നു, ഉദ്ഘാടനം നടത്തി, അദ്ദേഹം പോയി. അതും ആ ഫോട്ടോ അവിടെ അതായിരിക്കുന്ന ഫോട്ടോയാണ്, ആ കാണുന്നതാണ് പന്തളത്ത് മഹാരാജാവ്, അയ്യപ്പൻ്റെ അച്ഛൻ. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ശരി ഞാൻ എന്തായാലും വന്നെത്താം. അന്ന് അദ്ദേഹം ഒരു വാക്ക് എനിക്ക് തന്നിട്ട്, എന്നെ വിളിച്ചാൽ കിട്ടൂല, രാധികയെ വിളിച്ചോളൂ, പക്ഷെ നമ്പർ ആർക്കും കൊടുക്കുകയും വേണ്ട എന്നും ആ നമ്പർ ഇപ്പോൾ ഉണ്ട്. ഞാൻ ഏത് രാത്രി വിളിച്ചാലും അപ്പോഴെടുത്തില്ലെങ്കിൽ ഏത് രാത്രി ഇതുവരയ്ക്കും ഇതേ നേരം വരാം, അപ്പോഴെടുത്തില്ലേ കുറച്ച് കഴിഞ്ഞെങ്കിൽ എൻ്റെ ഗുരുസ്വാമി എന്ന് കേട്ടേ വിളിക്കാറുള്ളൂ.
പിന്നെ മാസത്തിലൊരിക്കൽ ഞങ്ങൾ തിരുച്ചെന്തൂർ പോയിട്ട് വരുമ്പോൾ ഞാൻ അതുകൊണ്ട് 7-8 പ്രാവശ്യം ഈ ആൾക്കാരെയും കൊണ്ട് തിരുച്ചെന്തൂർ പോകും. നമ്മൾ വ്രതം എടുക്കാൻ വേണ്ടി മാത്രം. അവിടെ നിന്നാണ് വ്രതം എടുത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ പോയിട്ട് വരുമ്പം അവിടെ അകത്ത് അഭിഷേകം ചെയ്ത പ്രത്യേകിച്ചൊരു ഭസ്മമുണ്ട്. അതെല്ലാവർക്കും കിട്ടില്ല. നമുക്ക് അത്ര വേണ്ടപ്പെട്ടവർക്ക് അത്ര മണവും ഒക്കെ ഉള്ളതാണ്. ഇത് കൊണ്ടുവരും. നമ്മൾ അവിടെ നിന്നൊരു കവറിൽ കൊണ്ടുവരും. ഇവിടെ വന്നൊരു ചെപ്പിലൊക്കെ ഇട്ട് ആ ഒരാൾ നമ്മൾ ഒരു സംഭവം കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒരാളെ നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു മാന്യതയും ഒരു മര്യാദയുണ്ട്. അതിനാണ് കഥ പറയുന്നത്, എന്താ മര്യാദ കൊടുത്ത് മര്യാദ വാങ്ങണം. അതാണ് മനുഷ്യൻ. മര്യാദ കൊടുക്കാൻ നമുക്ക് മര്യാദ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട, കിട്ടേയില്ല ആർക്കായിരുന്നാലും ശരി. അങ്ങനെ കൊടുത്ത് ഇങ്ങനെ കാര്യങ്ങളിൽ നിന്ന് 3-ാമത്തെ കൊല്ലം വന്നപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതേ തിരുന്നത് ഞാൻ എന്തായാലും ഒരു തിടമ്പ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു. കാരണം തിടമ്പ് നമ്മൾ വാടകയ്ക്ക് എടുക്കുകയാണ്. 15,000 രൂപ തിടമ്പിനും ആനയ്ക്കും, പിന്നെ ആനയുടെ ചിലവെല്ലാം കൂടെ ചേർത്തിട്ട് 20,000 രൂപയ്ക്ക് അടുപ്പിച്ച് നമുക്ക് ഓരോ ഫംഗ്ഷനും വാടക കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് എടുത്ത സമയത്ത് ഇങ്ങനെ അത് പിന്നെ ആ തിടമ്പിൽ മുരുകനെ വെച്ച് പിടിപ്പിക്കണം. അങ്ങനെ ഒത്തിരി പാട് വരുമാതിരി കറുത്തൊക്കെയാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാനൊരു തിടമ്പ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അതെവിടെയുണ്ട്? തൃശ്ശൂർ. അപ്പോൾ അതേ ഒരു സ്ഥലം പറഞ്ഞു തന്നു, ഇന്നടത്ത് കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങളവിടെ കൊണ്ടുവന്ന് കൊടുത്ത് ഇടപാടൊക്കെ ചെയ്ത് കാശ് അവർക്ക് അയച്ചു കൊടുക്കാമെന്നുള്ള കണക്കൂട്ടലിൽ എല്ലാം പറഞ്ഞ് റെഡിയാക്കി നമ്പറുമൊക്കെ വാങ്ങിച്ചു. ഇവിടെ വന്ന് കാശ് അങ്ങോട്ട് അയച്ച സമയത്ത് 50,000 രൂപ അങ്ങോട്ട് അയച്ചായിരുന്നു. അയച്ച് അഡ്വാൻസ് തന്നാലേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് അഡ്വാൻസ് അയച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോയി 15,000 രൂപ കൊണ്ടുപോയുള്ളൂ. അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞ് അഡ്വാൻസ് കൊടുത്ത് അയച്ചു കൊടുത്ത് അവർ ജോലിയും തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അഡ്വാൻസ് തിരിച്ചു വന്നു. 50,000 രൂപ തിരിച്ചെനിക്ക് ചെക്കായിട്ട് തന്നെയാണ് എനിക്ക് തിരിച്ചു വന്നു. അതായത് അപ്പോൾ അവർ തമിഴരാണ്. അമ്മ நீங்கள் இந்த திளம்புக்கு காசு ஒன்றும் தராண்டா, அது சுரேஷ் சார் நம்ம ரொம்ப நம்பராக்கும், நம்ம பந்துக்களாக்கும், அவரே சொல்லிவிட்டாச்சு பணம் அவர் தந்துடலாம், இது திளம்பு தீர சமயத்தில் நீங்கள் எடுத்துகிட்டு போனால் போരും, തീരുമ്പം ചൊല്ലലാം എന്ന് അവർ തമിഴിൽ പറഞ്ഞു. ഞങ്ങൾക്ക് ആ പൈസയും തിരിച്ചു വന്ന് തിളമ്പ് തീർന്നു പറയാണ്ട് വിളിച്ചു ചെന്ന് തിളമ്പ് എടുത്തോണ്ട് വന്ന് ഇവിടെ വെച്ചായിരുന്നു ആദ്യത്തെ ഉദ്ഘാടനം. അന്ന് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. ഫ്ലൈറ്റ് എവിടെ പോയി മിസ്സായിപ്പോയി, കൊറോണയുടെ എന്തോ ആണ്. അങ്ങനെ എന്ത് ചേട്ടൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു മേഡത്തിനെ വിട്ടാൽ മതി. അങ്ങനെ മേഡത്തിനെ വിട്ടുള്ള ഉദ്ഘാടനമാണ് ആദ്യത്തെ. അതോ ഇരിക്കുന്ന ഫോട്ടോ ഇതിനകത്തിരിപ്പുണ്ട്, ഒരു കൊച്ചു ഫോട്ടോ. മക്കളും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാ മക്കളും ഉണ്ടായിരുന്നു. ഗോകുലൊക്കെ ഇപ്പം അച്ഛനെക്കാളും വലിയ ഇതാണ്. കാരണം ഏത് സ്റ്റേജിൽ വെച്ച് കണ്ടിരുന്നാലും അപ്പോൾ വേറെ ഒന്നും കൊണ്ട് പറയാനല്ല, അവരെ ഫീൽഡ് വേറെ നമ്മളുടെ ഫീൽഡ് വേറെ. കോവിൽ എൻ്റെ മുമ്പ് പെട്ടെന്നിരിക്കില്ല. അല്ലെങ്കിലും ഗോകുല അദ്ദേഹം അങ്ങനെയാണ് കുട്ടികളെ വളർത്തിയിരിക്കുന്നത്. എൻ്റെ അടുത്ത് അത്ര ബഹുമാനവും അത്ര സ്നേഹവും തൊഴുതുകൊണ്ടേ വരാറുള്ളൂ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ തിളമ്പ് വാങ്ങിച്ചു തന്നു. പിന്നെ ഞങ്ങൾ $2 ലക്ഷം അതാണ്ട് 2.10 അടുപ്പിച്ച് 2.5 അടുപ്പിച്ച് വരും. പിന്നെ ഈ തിളമ്പാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഉദ്ഘാടനത്തിന് വരാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഈ ആദ്യമായിട്ട് ഒരു സംഭവം അതിനെക്കൊണ്ട് ഇവിടെ അന്ന് പത്രക്കാർ ആരോ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ വലിയ ആഡംബരമായിട്ട് ഉള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് വെച്ച് ചെണ്ടമേളവും കോപ്പും കുളിച്ചക്കറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ കഴിവിൻ്റെ പരമായി നോക്കിയ രക്ഷയില്ല. അങ്ങനെയാണ് മേളത്തിന്. അപ്പം മേളത്തിന് അതോടുള്ള ആഘോഷത്തോടെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ നടത്തി. ഈ തിളമ്പ് നമ്മുടെ ഇവിടുത്തെ ഉത്സവത്തിന് എടുക്കാറുണ്ടോ? ഈ ഉത്സവത്തിന് ഈ തിളമ്പെടുക്കില്ല. അത് അവർക്ക് ഇത് മുരുകൻ്റെ ഉത്സവത്തിന് മാത്രം. ഇതിൽ മുരുകനെ പിടിപ്പിച്ചിരിക്കാൻ തിരുച്ചെന്തൂർ അപ്പൻ ഇതിൽ പിടിപ്പിച്ചു. സാധാരണ മിക്ക തിളമ്പുകളിലും ഈ വാടകയ്ക്ക് എടുക്കുന്ന തിളമ്പുകളിൽ ഭഗവാനെ പിടിപ്പിക്കില്ല. അപ്പോൾ ഭഗവാനെ പിടിപ്പിക്കാത്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ദേവൻ ആരാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ആ ദേവൻ്റെ ഒരു മുഖം ഈ തിളമ്പിൽ വെച്ച് കെട്ടും. അപ്പോൾ ആറ്റുകാലിലെ തിളമ്പിലും മുഖം അതിൽ തന്നെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ തിളമ്പിലും ഇതാ പിടിപ്പിച്ചിട്ടുണ്ട്. അത് തിരുച്ചെന്തൂർ അപ്പൻ, ഇത് മുരുകൻ്റെ. ഇതെങ്ങനെയാണ് പിടിപ്പിച്ചിട്ടുള്ളത് എല്ലായിടത്തും. ഇതേ സെയിം ഈ കാണുന്ന ആദ്യമല്ല. അപ്പോൾ അങ്ങനെ തിരിച്ചവസാനം ഇതെന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഇതേ വന്നൊന്ന് കത്തിച്ചേ പറ്റുമെന്നാണ്. അവിടെ നിന്ന് അടുത്ത ഉത്സവത്തിന് അടുത്ത നമ്മുടെ ഈ കാവടി ഫംഗ്ഷന് മുമ്പേ ഇന്ന ദിവസം വരുമെന്ന് പറഞ്ഞ് വന്നു, കത്തിച്ചു. സന്തോഷമായിട്ട്. ഈ ഇടയ്ക്ക് 1-2 പേരിങ്ങനെ പറയുണ്ടായി ഇതേപോലെ പ്രവചനം, അതായത് ഒരാൾ വലിയ ഇതിൽ നമ്മളടുത്ത് വരുമ്പോൾ നീ തോറ്റുപോകും എന്ന് പറയുന്നതാണോ മര്യാദ? ഒരിക്കലല്ല. അപ്പോൾ അതിനോട് ചോദിച്ചാണ്. പണ്ട് ജ്യോത്സ്യർ പറഞ്ഞ കേട്ടിട്ടുണ്ട് എന്താണെന്ന്. ഒരുപാട് കഥകളൊക്കെ എനിക്കറിയാം. ഒരുപാട് ഒരു കുട്ടി ജനിച്ച്
ഏതാണ്ടൊരു അതിനൊരു 10 പൈസ 12 പൈസ അല്ലെ എത്ര പൈസ ആയിക്കോട്ടെ, അതിനൊരു 15 വയസ്സാകുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ചിലപ്പോൾ വണ്ടി ഇടിച്ച് മരിക്കാം, കിണറ്റി വീഴുന്ന് മരിക്കാം, അല്ലാതെ മരിക്കാം, എന്ത് വേണോ ആവാം. പക്ഷെ അന്ന് ആ ജ്യോത്സ്യർ പറയില്ല ഇത്ര വയസ്സിൽ ഇവൻ വണ്ടി ഇടിച്ച് മരിക്കും എന്ന് പറയില്ല, ഒരു ജ്യോത്സ്യരും പറയത്തില്ല. അപ്പം അതിന് പറയുന്നതാണ് 15 വയസ്സ് വരെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും തട്ടുപാടും ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയും. അപ്പം ഇതിലെന്തും വരാം. 15 വയസ്സിനകത്ത് എന്തും വരാം. 15 വയസ്സിനകത്ത് തട്ടുപാടാണ്. അപ്പം ആ തട്ടുപാടെന്ന് പറയുന്നത് പുള്ളിക്കാരൻ മരിച്ചും പോവാം, അവസ്ഥ നിലയിൽ കിടന്നും പോവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. മരിച്ചു പോകുമെന്ന് പറഞ്ഞില്ല, കിടന്നു പോകുമെന്നും പറയില്ല. ചെറിയൊരു ബുദ്ധിമുട്ടും തട്ടുപാടും ഉണ്ട്, അതന്നെ മാറി. അപ്പം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് ഈ വെളുപ്പാങ്കാലം 5 മണിക്ക് നമ്മൾ ആരെയും കുറ്റം പറയാനില്ല, 5 മണിക്കും 4 മണിക്കും ഒക്കെ. പിന്നെ ഇതിനകത്ത് വേറെ കാര്യം വെച്ചാൽ എനിക്ക് വലിയ ജടയില്ല, വലിയ താടിയില്ല. ജട ഉണ്ടാക്കാൻ വലിയ താമസമൊന്നും വേണ്ട, ഇത്തിരി നെയ്യും ശാല ഭസ്മം ഉണ്ടായിരുന്നാൽ മതി, 6 മാസമാകുമ്പോൾ ജടയാവും. വേണോ അപ്പോൾ ഒറിജിനൽ ജടയാണെന്ന് എങ്ങനെ അറിയാൻ തോന്നും? ഈ മുടി ഉണ്ടെന്ന ആൾക്കാർക്ക് സഹിക്കാൻ വയ്യ. അപ്പൊ ചോദിക്കും ഇത് അപ്പൊ ഒറിജിനൽ ജടയാണെന്ന് എങ്ങനെ അറിയാന്ന് കേട്ടാ, ഒറിജിനൽ ജടയാണെങ്കിൽ ഒരു കത്തി വെച്ച് ശകല ഒന്ന് മുറിച്ചു കഴിഞ്ഞാൽ ആ ജടയെന്ന് ബ്ലഡ് ഒലിക്കും. അതാണ് മഹാദേവന്റെ ഒറിജിനൽ ജട. ഒറിജിനലായിട്ട് ജട വളർന്നിട്ടുള്ള ഏതൊരു വ്യക്തിയായിരുന്നാലും, ഏത് ജ്യോത്സ്യമൻ തറപ്പിച്ച് ഞാൻ പറയണം, ഇദ്ദേഹം എവിടെ വേണോ ചെന്ന് വെല്ലുവിളിച്ചോ, ആ ജട അറുത്ത അതിൽ നിന്ന് ബ്ലഡ് വരും. അതങ്ങനെ ഗുരുസ്വാമി കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ട്, ഉണ്ടല്ലേ. അപ്പം യഥാർത്ഥ ജട നമ്മൾ ദൃഢമായിട്ടുള്ള ജട ഭഗവാൻ തരുന്ന, പരമേശ്വരൻ തരുന്ന ജടയാണ്. ആ ജടയ്ക്ക് അപ്പൊ അത് ജീവനുള്ള ജട തന്നെയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ബ്ലഡ് വരുന്നത്. ജീവനുള്ള ജട എന്ന് മാത്രമല്ല, അത് വന്നിട്ട് പിന്നെ ഭഗവാനാണ് അവൻ, അതിന് മാറ്റമൊന്നും വേണ്ട. അത് 100% ഭഗവാനാണ്. പ്രവചനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പ്രതിഫലം കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അങ്ങേക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു? അതായത് ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഒരിടത്തും പോയി ഒരു പ്രതിഫലോ അല്ലെങ്കിൽ ഇതുവരയ്ക്കും എനിക്ക് 50ഓളം ക്ഷേത്രമുണ്ട്. എനിക്കൊരു പ്രതിഫലം ഞാൻ ആ ക്ഷേത്രത്തിൽ പോയി കഴിയുമ്പോഴാണ് ആ ചുറ്റുവട്ടങ്ങൾ എന്ന് വെച്ചാൽ ആ ചുറ്റുവട്ടത്തിൽ പലരും അങ്ങോട്ട് ചെല്ലുമ്പോൾ ഗുരുസ്വാമിയുടെ ഫോട്ടോ തെങ്ങിക്കിടന്ന് ആടണം, ഗുരുസ്വാമിയുടെ ഫോട്ടോ പ്ലാവിൽ കിടന്ന് ആടണം, അതെന്താ എൻ്റെ ഫോട്ടോ പ്ലാവിലും തെങ്ങിലും കിടന്ന് ആടണം എന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയണത് അതെന്തോണം. അതങ്ങ് ആടട്ട്. തിരിച്ച് ആ ഫംഗ്ഷന് പോകുമ്പോഴാണ് അറിയണത് ഇവിടെ ഇങ്ങനെ ഒരു പാരിതോഷികം അവരെനിക്ക് വേണ്ടി വെച്ചത്. ഞാനത് ചോദിക്കാനും ഫ്ലെക്സ് വെച്ചിട്ടുണ്ടല്ലേ, ഫ്ലെക്സ് അവിടെ ആയിട്ട് വെച്ചു. ഇപ്പോൾ അതാ തമിഴ്നാട്ടിലൊരു ഫംഗ്ഷന് പോയപ്പോൾ അമ്പലത്തിൽ തലേ ദിവസം അറിഞ്ഞു ഒരു പാരിതോഷികം ഉണ്ട്, അവിടുത്തെ MLA ആണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ എന്നാണ്. അത് നിഷാരോട്ട് കളഞ്ഞതല്ല, നമുക്കത് വലിയതാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പകുതി തമിഴ്നാടും പകുതി കേരളമാണ് അമ്പലം ഇരിക്കുന്നത്. ചെന്നപ്പോൾ അവിടുത്തെ ചെണ്ടമേളവും നമ്മളെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതെല്ലാം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പണ്ടത്തെ പിച്ചക്കാരൻ ശശിധരൻ നായരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഉള്ള കാര്യം പറയാം, പണ്ടത്തെ ജീവിതം ഉണ്ടായിരുന്നില്ല. തന്നെ പണ്ടത്തെ അത്ര നല്ല പക്കള ജീവിതമായിരുന്നു. കൊച്ചുനാളില് ഏതാണ്ട് ഒരു 60 ആയതിനു ശേഷം, ഏതാണ്ട് ഒരു 10-18 വയസ്സ് ഒക്കെ ആയതിനു ശേഷം ഒരു കണക്കിന് പിടിച്ചു കിട്ടി. പിന്നെ എൻ്റെ ഒരു മദാമ്മയെ കൂടെ കെട്ടിയതിന് ശേഷം അവർ കൂടെ പറയാറുണ്ട്, മദാമ്മ വന്നോണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, ഇല്ലെങ്കിൽ ഞാൻ സ്ഥലപ്പെട്ട് എന്നൊക്കെ പറയും. ഇങ്ങനെ കൂടെ പറയും. ഇനി മെനിഞ്ഞാന്നും പറഞ്ഞായിരുന്നു ഞാൻ വന്ന ഐശ്വര്യമാണ്, നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറയും. ഈ മൂന്നാം ക്ലാസ്സിൽ കപ്പലിന്റെ വിൽക്കുന്ന ഒരു കഥ എന്നോട് പറഞ്ഞായിരുന്നല്ലോ, അതറിയണോ അല്ലേ? കപ്പലിന്റെ വിറ്റോണ്ടിരുന്ന ഒരു ശശിധരൻ നായർ എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു ഇതിലേക്ക് വന്നത്? ഇതിൽ വന്ന ഏറ്റവും വലിയൊരു കോടീശ്വര കുടുംബത്തിലുള്ളതാണ് ഞാൻ. സ്വന്തം സ്ഥലം നേരത്തെ പറഞ്ഞ കൊല്ലംകോട്. ആ തൂക്കമുളിപ്പര അമ്പലമൊക്കെ അമ്മയുടെ പേർക്കൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേൾവി മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ഒന്നും അറിഞ്ഞില്ല. ഇങ്ങനെയായിരുന്നു കുറച്ച് വസ്തു തർക്കത്തിൽ അച്ഛൻ എന്നെ എൻ്റെ സഹോദരി വിളിച്ചും കൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്നു. അന്ന് എനിക്ക് 2 വയസ്സാണ് പ്രായം. വന്നത് കിള്ളിപ്പാലം ശിവ തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടായിരുന്നു ആ കാലത്ത്. അപ്പോൾ അതൊക്കെ പോയി. അതിൻ്റെ അടുത്ത് വാടകയ്ക്ക് താമസിക്കാൻ. അച്ഛന് കൂലിപ്പണിയാണ്, വേറെ പണിയൊന്നുമില്ല. അമ്മ ഒരു മഠത്തിൽ ജോലിക്ക് പോവുകയാണ്, ഒരു വീട്ടു ജോലിക്ക്. ഇങ്ങനെ ഇരുന്ന് എന്താ പറയുക, കുറച്ച് ചുരുക്കം. അച്ഛന് ജോലിക്ക് പോകാൻ വയ്യ, അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ വയ്യ. ഞാനാണ്ട് 2ാം ക്ലാസ്സിൽ പഠിക്കുക.
ഞാൻ ഈ 2ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് തന്നെ കഞ്ഞി ഉപ്പുമാവിനും വേണ്ടിയാണ്, പഠിക്കാനല്ല പോണത്. ഭഗവാൻ സാക്ഷി, ഭഗവാൻ സത്യം, പോകുന്നത് കഞ്ഞി ഉപ്പുമാവിനും വേണ്ടി. അത് ആദ്യം ഗോതമ്പ് ഉപ്പുമാവായിരുന്നു, പിന്നെ റവ ഉപ്പുമാവായി, പിന്നെ ചോളർ ഉപ്പുമാവായി, അങ്ങനെ പല ഉപ്പുമാവ് വാങ്ങിച്ച് പേപ്പറിൽ പൊതിഞ്ഞ് വച്ചയ്ക്കും, കഞ്ഞി വാങ്ങിച്ച് കുടിക്കും. ഇങ്ങനെ ഇരുന്ന് ഈ ഉപ്പുമാവിനെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ കഴിക്കുമായിരുന്നു. അങ്ങനെ ഒരു നിവൃത്തിയില്ല വന്ന സമയത്ത് ഇങ്ങനെ പോയാൽ പറ്റില്ല, ഒരു ഉടുക്കാനൊരു തുണിയില്ല, ആകെ ഉള്ളത് ഒരു നിക്കറും ഒരു ഉടുപ്പുമാണ്, വേറെ ഒന്നുമേ ഇല്ല. അതായിരുന്നു സ്ഥിതിഗതി, അത്രയും സ്ഥിതിഗതിയാണ്. ഇന്ന് അതിൻ്റെ കൂട്ടത്തിൽ പറയാൻ ഇന്ന് എനിക്കൊരു 100 മുണ്ടും നേരിയതും വർഷത്തിൽ ഓരോരുത്തർ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വേണമെങ്കിൽ എത്ര മുണ്ട് വേണോ കൊടുക്കാം. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും, കപ്പലിൻ്റെ കച്ചവടം ചെയ്താൽ കൊള്ളാമെന്ന് എൻ്റെ മനസ്സങ്ങ് തോന്നിയതാണ്. ഒരു ആക്രികളെ ചെന്ന് 2 പൈസ കൊടുത്തിട്ട് പോണി വാങ്ങിച്ചു. അന്ന് 1 പൈസ 2 പൈസ 5 പൈസ ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓട്ടക്കാലണ, അങ്ങനെ ഓട്ടക്കാലണയിൽ വന്നവനാണ്. 2 പൈസ കൊടുത്ത് അന്നത്തെ ഈ നമ്മളെ പോൺമിറ്റ ഓർലീസൊക്കെ വരുന്ന ഒരു പോണി വാങ്ങിച്ച് 1 ലിറ്റർ കപ്പലണ്ടി 10 പൈസ, കുരിച്ചി കപ്പലണ്ടി. അങ്ങനെ പൊട്ടിക്കുമ്പോൾ കപ്പലണ്ടി ഇന്നുമുണ്ട്, പൊട്ടിക്കുമ്പോൾ 2 കപ്പലണ്ടി അതിനകത്ത്, തോട് കപ്പലണ്ടി, അതിന് നമ്മൾ കുരിച്ചി കപ്പലണ്ടി. ഈ കപ്പലിൻ്റെ 10 പൈസയുടെ കപ്പലണ്ടി വാങ്ങിക്കുമ്പോൾ 5 പൈസ ലാഭം കിട്ടും. ഈ കപ്പലണ്ടി വാങ്ങിച്ചിട്ട് അപ്പോൾ ഞാൻ 2 പാസ്സായി 3ലേക്ക് പോകാനുള്ളവനാണ്. 3ാം ക്ലാസ്സിൽ പോകാനുള്ളതാണ് ഇന്നത്തെ ഗുരുസ്വാമി ശശിധരൻ നായർ. കപ്പലണ്ടി ഓരോ ആളുകൾ ഇരിക്കേണ്ട അടുത്ത് കപ്പലണ്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോണിയിൽ കുലുക്കും. അവർ 1 പൈസ 2 പൈസ 3 പൈസയ്ക്ക് വാങ്ങിക്കും. ചിലവർ എൻ്റെ നിലവാരവും ഇതെല്ലാം കണ്ടും കൊണ്ട് അവർ വാങ്ങിച്ചിട്ട് 2 കപ്പലണ്ടി എനിക്ക് തരും, ഞാൻ അതിനെയും പോണിക്കത്തരും ഇട്ട് ഇങ്ങനെ അമ്പലത്തിൻ്റെ നടയിലും ഒക്കെ വിറ്റ് ഏതാണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു 20 പൈസ 25 പൈസ കിട്ടും. 10 പൈസയ്ക്ക് പൊട്ടി മരിച്ചിനി അത് വാങ്ങിക്കും, 5 പൈസയ്ക്ക് മുറുക്കാൻ വാങ്ങിക്കും. ഇത്രയും ഇതൊക്കെ വാസ്തവമാണ്. പക്ഷേ ഈ പൈസ കണക്കിൽ ചെറിയ വ്യത്യാസമുണ്ട്, എനിക്ക് ഓർമ്മ അത്ര ഇതില്ല. പിന്നെ ഇത്തിരി വിറവ് വാങ്ങിക്കും, ഉള്ളതിനെ എല്ലാം കൂടെയൊക്കെ നുള്ളിപ്പറക്കി അങ്ങ് വാങ്ങിക്കും, വീട്ടിൽ കൊണ്ടുവരും. അന്നും എൻ്റെ അമ്മയച്ഛനും ചോദിച്ചില്ല നിനക്കിത് എവിടെ നിന്നാന്ന് ചോദിച്ചില്ല, നിനക്ക് ഈ പൈസ എവിടെ, നീ സ്കൂളിൽ പോകണതല്ലേ, ഇത് വാങ്ങിച്ചിട്ട് എവിടെ നിന്നാണ് പൈസ എന്ന് ചോദിച്ചില്ല. ഞാനിട്ട് പറഞ്ഞു. ഇങ്ങനെയായിരുന്നു എൻ്റെ പേരങ്ങ് വെട്ടി സ്കൂളിൽ നിന്ന്. 3ാം ക്ലാസ് പഠിച്ച എന്നെ, അല്ല 2ൽ ജയിച്ച് 3ലായ 3ൽ പോകേണ്ട എൻ്റെ പേരങ്ങ് വെട്ടി. അച്ഛൻ നോക്കിയപ്പോൾ ഞാനും സ്കൂളിൽ പോയില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് അദ്ദേഹത്തിന് അന്ന് ഇവിടെ ചെത്തിപ്പറിക്കാൻ എന്തോന്നത്ത് വരെ ഇത് കിട്ടി. ഇതേക്കെ 2 ദോശയും മാറ്റം കൊണ്ട് സ്കൂളിൽ വന്നപ്പം ആൾ സ്കൂളില്ല. ഒരു പിയൂണുണ്ടോ ശങ്കരപ്പിള്ള പറഞ്ഞു, കിഷയണ്ണ അവൻ വന്നിട്ട് എത്ര മാസമായില്ലേ, അവൻ്റെ പേരൊക്കെ വെട്ടി. എന്നെ വേണ്ട ഏട്ടാ, കപ്പലിൻ്റെയും മറ്റേ എല്ലാം കൂടെ വാങ്ങിച്ചോണ്ടായപ്പോൾ ഒരു വടിയും വെച്ചോണ്ടിരിപ്പുണ്ട്. എന്നാൽ നീ എൻ്റെ അടുത്തായിരുന്നാലും എൻ്റെ മക്കൾ ചോദിക്കേണ്ട കാര്യമാണ് ഞാൻ പറയണത്. എന്നാൽ നീ ചോദിക്കണം, നിനക്ക് എവിടെ നടാ ഈ പൈസ പറയാൻ ബാധ്യസ്ഥനായിരിക്കണം. തീർച്ചയായിട്ടും ഇന്നടത്തുനിന്നാണ് പൈസ. അത് പറഞ്ഞില്ലെങ്കിൽ, ചോദിച്ചില്ലെങ്കിൽ പറഞ്ഞില്ല എന്ന് പറയും, ചോദിച്ചാൽ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് പ്രയാസം. ഒരു മരത്തിൽ കെട്ടി വെച്ച് അടി എന്നൊക്കെ അടിച്ചെടുത്ത് അടുത്തൊരു അമ്മച്ചി ഉണ്ടായിരുന്നു, അവരെന്നെ അച്ഛനെ ചീത്തയൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. അന്ന് അവരെന്നെ കുളിപ്പിച്ചെടുത്ത് അന്ന് നല്ല വൃത്തപുഷ്ട അങ്ങ് നല്ല ആഹാരം കിട്ടും. പിന്നെ കൊണ്ടുവന്ന് ഒന്നിച്ചേർത്തു. അപ്പോൾ എല്ലാവരെയും ആദ്യത്തെ കുത്തിവെപ്പ് ഇവിടെയാണ്, കുത്തിവെച്ച് സ്കൂളിൽ എടുക്കുകയുള്ളൂ. നിങ്ങൾക്ക് കുത്തിവെച്ച് അതെയാണ് ഒരു കുത്തങ്ങനെ കുത്തിയിട്ട് അതിൻ്റെ പറക്കം വെച്ച് തിരുക്കരുത്. 2ാമത്തെ കുത്തിവെപ്പാണിത്. പിന്നോടെ കുത്തിവെക്കാൻ പാടില്ല. 2ാമത് കുത്തിവെച്ചാണ് ചേർത്ത് 10ാം ക്ലാസ് വരെ ചെന്നെത്തി. ഏതാണ്ട് ഒരു 10ാം ക്ലാസ് ആയ സമയത്ത് ഒരു വർക്ക്ഷോപ്പിൽ കൂടെ കയറി നിന്നു. അവിടുന്ന് വർക്ക്ഷോപ്പ് പണിയും പഠിച്ചു. അവിടുന്ന് ഈ മിൽമ പാലെന്നും പറഞ്ഞും കൊണ്ടൊരു പാല്, അപ്പോഴും കുരുസ്വാമി പേരല്ല, പാല് ശശി. അന്ന് പാല് ശശി, ഇന്ന് കുരുസ്വാമി ശശി എന്ന് പറയുന്ന ആളിന് അന്ന് പാല് ശശി എന്ന് പറഞ്ഞാൽ എവിടെ പറഞ്ഞാലും അറിയാം. ഓരോ വീട്ടുകളിൽ ഓരോ കുപ്പി പാലും കൊടുക്കുമ്പോൾ 3 രൂപ മാസം 4, അങ്ങനെ കുറേ അധികം മാസമാകുമ്പോൾ ഒരു എങ്ങനെ വരുന്ന ഒരു 500-600 രൂപയൊക്കെ അപ്പോഴും കിട്ടും. പിന്നെ ചില വീട്ടിൽ നിന്നൊക്കെ ഡ്രസ്സ് തരും. ചിലവരൊക്കെ നമ്മൾ അന്നത്തെ ആ പോക്ക്, പിന്നെ രാവിലെ എണീക്കുക, കുളിക്കുക, അമ്പലത്തിൽ പോവുക, നിറച്ച് കുറി ഇട്ടേക്കും. അതിലൊന്നും ഒരു കുറവും വരുത്തില്ല. ആഹാരം എത്രത്തോളം കിട്ടും അത്രത്തോളം കുളിക്കും. മറ്റേ ഇടിമ്പൻ്റെ കഥ പറഞ്ഞു, ആഹാരം കിട്ടിയില്ലേ കുളിക്കില്ലെന്ന് പറയാം. എന്നാലും കുളിക്കും, ഇല്ല എന്നല്ല. തിരിച്ച് അവസാനം
അവിടെ നിന്ന് 10ാം ക്ലാസ്സായി. ഈ പാലുകൾ കൊടുത്ത് അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു അഗ്നിക്കാവടി വന്നത്. അഗ്നിക്കാവടി നവരാത്രി മഹോത്സവം 3-ാം തീയതി വരുന്ന നവരാത്രി മഹോത്സവത്തിൻ്റെ ഒരു അഗ്നിക്കാവടി. ആ സമയത്തൊക്കെ നമ്മൾ കല്യാണം കഴിഞ്ഞല്ലേ, അത് നീ തലവുത്തന്നെ വീഴുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് ഈ അഗ്നിക്കാവടിക്ക് വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഈ മദാമ വന്ന് ഈ മദാമ വിചാരിച്ച് ഈ കാവടിയെല്ലാം തൂക്കിക്കൊണ്ട് പോകുമല്ലോ, അതുപോലെ ഒന്ന് വിചാരിച്ച് ആദ്യമായിട്ട് ഞാനൊരു വേലു കുത്താണ്. ആ വേലു കുത്തിയപ്പോൾ എൻ്റെ മദാമ തലവുത്തന്നെ വീഴുന്ന ആരോഗ്യ തൂക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുവന്ന് ഓ അതല്ലേ പറഞ്ഞേ, അവർക്ക് ഇതെല്ലാം അറിയാമോ. ഇവിടെ നിന്ന് അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങോട്ട് കാവടിയിലായി. അടുത്തത് വന്നത് അഗ്നിക്കാവടി. അത് ആരെടുക്കും? ആരുമില്ല. ഞാനെടുക്കാം പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും. അന്ന് ഞങ്ങളുടെ വീട് ഇതല്ല. നമ്മൾ അഗ്നിക്കാവടി എല്ലാവരും 8 കുരുക്കന്മാരും കൂടെ പറഞ്ഞ് നീ എടുക്കില്ല, നിൻ്റെ പ്രായം അതാണ്, അങ്ങനെയാണ് ഇങ്ങനെ കുറേയൊക്കെ പറഞ്ഞു. ഞാൻ പറയും എന്തൊരു വന്നാലും എടുക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ പറയാം, വിട്ടുപോയിരുന്നാലും എനിക്ക് ഏറ്റവും വിജയകരമെന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഭാര്യ. ഏതിനും നമ്മളോട് യോജിച്ചു. അഗ്നിക്കാവടി എടുത്ത് ഇവിടെ വെച്ച് കാവടി, അന്നൊരു ഷീറ്റിട്ട വീടാണ്. കാവടി ഒക്കെ എല്ലാ അതിനുള്ള ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടത്തി ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ പിറക്ക മഴ, ഫ്രണ്ടിൽ മഴയില്ല. എനിക്ക് ഭഗവാൻ തന്ന ഐശ്വര്യം നോക്കിക്കൊള്ളണം. അപ്പോൾ ഈ അഗ്നിക്കാവടിക്ക് എടുക്കാൻ പൈസ ഇല്ല. ഒരു കുടം വണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. കിട്ടുന്ന പൈസക്ക് അതിൽ കൊണ്ടിട്ടാണ് ഈ അഗ്നിക്കാവടി എടുക്കാനുള്ള കാരണം. അങ്ങനെ ബാക്കിൽ മഴ, ഫ്രണ്ടിൽ മഴയില്ല. അങ്ങനെ അമ്പലത്തിൽ പോയി കയറി പിറ്റേ ദിവസം അഗ്നിക്കാവടിക്ക് അന്ന് 1/2 ടണ്ണ് വറവാണ്. ഇന്ന് 5 ടണ്ണ് 4 ടണ്ണാണ് ഇന്നത്തെ വറവ്. 1/2 ടണ്ണ് വറവിട്ടു. അന്നത്തെ CD ഇതാണ്, ഇത്ര കാസറ്റാണ്. ഇപ്പോഴത്തെ ഇതുപോലത്തെ അല്ല, വീഡിയോ കാസറ്റ്, ഓഡിയോ കാസറ്റ്. അഗ്നി ഇറങ്ങാനുള്ള സമയമായപ്പോൾ ഒരു മഴ ആരംഭം വന്നായിരുന്നു. ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2000 കിലോ വെയിറ്റ് വരും ഒരു ഇടി. ഇവരൊക്കെ തലേ കൈ വെച്ച് വിളിച്ചായിരുന്നു. സന്തോഷമായിട്ട് ഇറങ്ങി എല്ലാം വാങ്ങും. പിന്നെ ആളെയൊക്കെ കാലെ പിടിച്ച് നോക്കാം, കയ്യെ പിടിച്ച് നോക്കാം, നെഞ്ച് പിടിച്ച് നോക്കാം ഒക്കെ ആയിരുന്നു ആ കാലത്ത്. ഇന്നൊക്കെ അത്രത്തോളം വലിയ വിശ്വാസമൊന്നും ചിലവർക്ക് വരുന്നില്ല. ആ കാലം എന്ന് വെച്ചാൽ ഒരു എന്തോ ഒരു ഇതുപോലെ ആയിപ്പോയി. അത് മറുവശം. അതോടുകൂടി ഞാൻ വളർന്നു. എങ്ങനെ വളർന്നായിട്ട് കഴിഞ്ഞാൽ ഒറ്റ അഗ്നിക്കാവടിയോടുകൂടി. അപ്പം വളരാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. തീർച്ചയായിട്ടും. എൻ്റെ കുളത്തിനകത്ത് 2000 രൂപ മിച്ചം ഉണ്ടാകും. നമ്മളെ കാവടിയും കഴിഞ്ഞിട്ട് 2000 രൂപ മിച്ചമുണ്ട്. ഇതൊരു വലിയ അതിശയമാണല്ലോ ഈ 2000 രൂപ വന്നാൽ. അത് വരാൻ വഴിയില്ലായിരുന്നു. ഈ 2000 രൂപ മിച്ചമുണ്ടെന്ന് ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിൽ പോണ ആളുടെ തരുമ്പോൾ ബാലെണ്ണ നേരെ മരിച്ചുപോയി, ബാലെണ്ണ പിരിവ് കൊടുക്കുന്നുണ്ട്, നീ ഇതിനെ പിരിവ് കൊടുക്കും. ഞാൻ കേട്ടോടാ എനിക്കിതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ, അത് അങ്ങനെ എടുക്കണ കാണുന്നില്ലേ. 54 രൂപ കൊടുത്ത 60 രൂപ, ഡെയിലി 2 രൂപ പലിശ. അല്ല അങ്ങനെയല്ല, 54 രൂപ കൊടുക്കും, 60 രൂപയായിട്ട് 50 ദിവസം കൊണ്ട് അടച്ചു തീർക്കണം. 30 ദിവസം 120 രൂപ. അങ്ങനെ അതിനെ കൊണ്ടൊന്ന് വെച്ച് അതിൽ നിന്ന് ഒരു പൈസ എടുക്കുമെന്ന് വെച്ച് നല്ലൊരു പിരിവാറിനായിട്ട് അങ്ങ് മാറി. അതോടുകൂടി പടിപ്പടിയായിട്ട് വളർന്നു. അത് ബ്ലേഡ് എന്ന് പറയും. ബ്ലൈഡ് എന്ന് പറയുന്നത് പറയാൻ പറ്റില്ല. ബ്ലൈഡ് എന്ന് പറഞ്ഞാൽ കഴുത്തറക്കണതാണ് ബ്ലൈഡ്. അല്ല, നോർമലി കൊടുക്കുന്ന ബ്ലേഡ് തന്നെ പറയുന്നത്. അങ്ങനെ ബ്ലേഡ് എന്ന് പറയും. വളർന്നു. ഏതാണ്ട് കുറച്ച് പൈസ കിട്ടി. നമ്മളെ വീടൊക്കെ ഒരു കണക്കാക്കി കുറച്ച് പൈസ കയ്യിൽ വന്ന സമയത്ത് ഒരാണ്ടിനും കൂടെ കടം വാങ്ങിച്ച ഒരാളിന് കൊടുത്ത് അതോടുകൂടി അവർ കൊണ്ട് മുങ്ങി അന്ന് വെച്ച് ഇതെല്ലാം നിർത്തി. പൈസ പോയി. ചില്ലറ പൈസ ഒന്നല്ല, നല്ല പൈസ. അത് പറയണ്ട, അതിപ്പോൾ ഇതിൽ കേൾക്കണ്ട, കാരണം അതാരെയും കേട്ടാല. നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴും കേട്ടോണ്ടിരിക്കാൻ രസമുണ്ട്. പക്ഷേ നേരത്തെ ഗുരുസ്വാമി പറഞ്ഞായിരുന്നു 3 ദിവസം അല്ലെങ്കിൽ 3 മണിക്കൂർ എടുക്കേണ്ട കഥ പറഞ്ഞ സിനിമയാക്കാന്നുള്ളത്. അതെ, അതിന് ഒരു വട്ടോടെ നമ്മൾ ഇരിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇനി ഒരു വട്ടോടെ ഞാൻ വരും. ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഞാൻ ഒരു ദിവസം കൂടെ വരും. നമുക്ക് എല്ലാ വിഷ്വലെല്ലാം കൂടെ എടുത്തിട്ട് ഉറപ്പായിട്ട് നമുക്ക് ഒരു ദിവസം കൂടണം. ഈ ഫേസ് കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റും തിലകൻ ചേട്ടനൊക്കെ എൻ്റെ ഫേസിലേക്ക് ഇങ്ങനെ ഓടി വരിക. ജയചന്ദ്രൻ സാറ്, പാട്ടുകാരൻ ജയചന്ദ്രൻ സാറ്, ഇതെല്ലാം ആ ഫേസിൽ ആപ്റ്റായിട്ട് വരുന്നുണ്ട്. ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊക്കെ ഗോൾഡാണോ? എല്ലാം ഗോൾഡ്. ഈ ഇതൊഴിച്ച് സിൽവർ ഒഴിച്ചല്ലേ? ഇതൊഴിച്ച് ഇത് ഒഴിച്ച് ബാക്കി എല്ലാം ഗോൾഡാണ്. അതൊക്കെ അല്ലേ? ഇതൊക്കെ നല്ല ഇതൊക്കെ
ഇതെങ്ങനെ എങ്ങനെ വീതിച്ചു വെക്കുന്നത് എങ്ങനെയാണ്? 2 ഭാഗം അമ്മയ്ക്ക്. ആ ഇതിൻ്റെ എല്ലാം എല്ലാത്തിൻ്റെ വളരെ വളരെ വളരെയധികം കഷ്ടപ്പെട്ടു. നല്ല ഭക്ഷണം പോലും കഴിക്കാതെ തന്നെയാണ് ഞാൻ ഇതുവരെ എത്തിയത്. ഇന്നും എനിക്ക് നല്ല ഭക്ഷണമില്ല. ഉള്ള കാര്യം പറ. ഇന്നും ഗോതമ്പ് ദോശയോ എന്ത് വാങ്ങിച്ച് കഴിക്കാനുള്ള കാശ് എന്ത് വാങ്ങിച്ച് കഴിക്കാനുള്ള ഭാഗ്യം എന്ന് ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഇവിടെ കൊണ്ടുതരാൻ ആളുണ്ട്. ഇനിയൊരു സാധനം കൂടെ ഉണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്, അത് എടുത്തിട്ടില്ല. എന്തായാലും മദാമ അവിടെ ഇരിപ്പുണ്ട്. എന്തായാലും അങ്ങേക്കിനെയും ദീർഘായുസ് ദൈവം തരട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. എന്തായിരുന്നാലും എൻ്റെ ഒരു മനസ്സിൻ്റെ അടിസ്ഥാനം കണക്കാക്കിയിട്ട് വലിയ ദിവസങ്ങളൊന്നും ഭഗവാൻ സത്യം കാണാനുള്ള സാധ്യതയില്ല. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, എന്തിനു കാണാൻ 15 വയസ്സായവൻ എന്തെങ്കിലും ഒരു തട്ടുപാട് വരുമെന്ന് പറഞ്ഞില്ലേ, ആരെക്കുറിച്ചാണ്? എന്നെ കുറിച്ചാണ്. കാരണം ഞാൻ അനുഭവിക്കാനുള്ളതും എല്ലാ സുഖ ദുഃഖങ്ങളെല്ലാം അനുഭവിച്ചു. അല്ല, ഗുരുസ്വാമിയെ കുറിച്ച് എന്താണ് പറഞ്ഞാൽ മനസ്സിലായില്ല. എന്നെക്കുറിച്ച് പറഞ്ഞ് ഞാനിനി എത്ര ദിവസം ഉണ്ടാവും, ഇത്ര കാലം ഉണ്ടാവുമെന്ന് പറയാം. അത് ദൈവത്തിൻ്റെ അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഒരു ഗുരുസ്വാമിയോ അല്ലെങ്കിൽ ഒരു മുനിയോ അല്ലെങ്കിൽ ഒരു വാദ്യാരോ അവർക്കൊരു നിയമവശാലെ പറയണ്ട. അവരെ എല്ലാ അവരെ സുഖദുഃഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. ഭാര്യയിലിരുന്ന് വഴക്ക്, ഭാര്യയിലിരുന്ന് അടി, ഭാര്യ അടിക്കുമെന്ന് നമുക്കില്ല. മക്കളേന്ന് വഴക്ക്, മക്കൾ ചണ്ട പിടിക്കുന്ന എന്നുവെച്ചാൽ നാട്ടിലെ ഇത് കേസ്, വഴക്ക്, കോടതി, കോപ്പ്, കുടച്ചക്കറ എല്ലാം. ഇതെല്ലാം കഴിഞ്ഞാൽ അയാളൊരു മുനിയാണെന്നാണ് ഹിന്ദു മത ആചാരം അനുസരിച്ച് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള നിലവാരത്തിലാണ് എൻ്റെ ഇരിപ്പ്. അത് എത്ര കാലം കാണും? കാരണം അത്രത്തോളം അമ്പലങ്ങളും ഉണ്ട്. മനുഷ്യരുടെ ഞാൻ ഓരോരോ കാര്യങ്ങളും ഞാൻ അവളോട് അപ്പോഴപ്പോഴായിട്ട് പറയും. നിങ്ങൾക്കെന്ത് ദുഃഖം ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊറ്റയ്ക്കൊന്നാൽ നിങ്ങളുടെ ദുഃഖം പറഞ്ഞു തരാം. ശരിയാണെങ്കിൽ നിങ്ങൾ മിണ്ടണ്ട, തെറ്റാണെങ്കിൽ നിനക്ക് വേറെ ജോലി ഇല്ലെന്ന് കേട്ട് പോകാം. കണ്ടാൽ എന്തെങ്കിലും കുറവുണ്ടോ? ആർക്കാ? നിങ്ങൾക്ക് 2 പേർക്കും ഒരു കുറവില്ല. കൂടുതലായിട്ടൊന്നും വേണ്ട, ഞങ്ങളിങ്ങനെ ഇരുന്ന് പോയിക്കോളാം. അപ്പോൾ എന്തായാലും വിഷമങ്ങളില്ലാത്ത മനുഷ്യരല്ല ഗുരുസ്വാമി. തീർച്ചയായിട്ടും അതുണ്ട്, വിഷമങ്ങളുള്ളവരുണ്ട്. വിഷമത്തിനൊക്കെ ഇതുകൊണ്ട് പ്രതിവിധികൾ. അതായത് നാരായണത്ത് പ്രാന്തൻ പറഞ്ഞിട്ടുള്ള എന്നു വെച്ച് കഴിഞ്ഞാൽ, താൻ ആരെന്ന് തനിക്ക് അറിയില്ലെങ്കിൽ താൻ ആരെന്ന് തനിക്ക് ഞാൻ ചൊല്ലിത്തരാം. അപ്പോൾ കാരണവരാരായാലും ഒരാളിനെ നന്നാക്കാനുള്ള രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കേൾക്കണം. അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, നിങ്ങളിത് എന്തിന് കൊടുത്തില്ലെങ്കിൽ ഇത് മാത്രം കൊടുക്കണം, എല്ലാവരും അറിയിക്കണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ കേൾക്കും ഞാൻ പണ്ഡിതനോ പാമതനോ ഒന്നുമല്ല, വെറും ഓട്ടക്കാലാണ് ഗുരുസ്വാമി ആറ്റുകാൽ പി ശശിധരൻ. ഇന്ന് ഓട്ടക്കാലനല്ല, ആ ഓട്ടക്കാലനടഞ്ഞ്. പക്ഷെ മോഹൻലാലും അങ്ങനെ ആയിരുന്നല്ലോ. അച്ഛൻ പറയും, ചിലവൻ പറയും നീ ഓട്ടക്കാലനാന്ന്, അവസാനം അവൻ എന്തെല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ ചെന്നെത്തി. സിനിമയിലൊരു ഉദാഹരണം കൂടെ വന്നു. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാര്യം എന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം കൂടെ, ഇത് പ്രത്യേകിച്ച് എന്ത് പറഞ്ഞില്ലെങ്കിലും കാണും. ഈ ക്യാമറ നോക്കി പറയാം. നമ്മുടെ ഈ 5 മണിക്ക് വെളുപ്പാങ്കാലം 5 മണിക്കൊക്കെ ഈ നക്ഷത്ര ഫലം പറയുന്നുണ്ട്. ശരിയാണോ? പറയുന്നത് കേൾക്കാം, ശരിയോ തെറ്റോ എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഇതൊക്കെ കൊണ്ടു നടക്കണം? ഞാൻ കേൾക്കാറില്ല. എന്നാ അത് തെറ്റാണ്. അപ്പോൾ നമ്മൾ പ്രവചനങ്ങൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഏട്ടന്റെ കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് നേരത്തെ സ്വാമി പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഏട്ടന്റെ കാര്യം മാത്രമല്ല, ഒരുപാട് എനിക്ക് ഈ ഫേസ്ബുക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. എനിക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ, ഞാനതൊന്നും പഠിച്ചിട്ടുമില്ല. നാളെ നടക്കുന്ന സംഭവം ഞാൻ ഇന്ന് പറയാം. പക്ഷെ അത് ഇത്രയ്ക്ക് നടന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇത്രയ്ക്കെങ്കിലും നടക്കുമെന്നുള്ള കാര്യം സംശയം. ഒരു കാര്യം ചോദിച്ചോട്ടെ, മല്ലിക അമ്മ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് ഇവരായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. മല്ലികമ്മയടുത്ത് ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മല്ലികമ്മയുടെ 2 മക്കളടുത്തും പോയി 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പടം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു കോടീശ്വരനായിട്ട് അടുത്ത ഇനി പടം എടുക്കാമെന്ന് പറഞ്ഞു. ആ പടം വിജയിച്ചത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അത് അവരെ സെറ്റിൽ പോയി തന്നെ പറഞ്ഞു. പടത്തിന്റെ പേര് ലൂസിഫർ ആണോ? ലൂസിഫർ അല്ലേ? അന്ന് ഞങ്ങളൊരു ഫംഗ്ഷന് പോകാൻ പോവുകയാണ്. ആ ഫംഗ്ഷന് പോകുമ്പോഴാണ് ഇവൻ പോണ വഴിക്കാണ് അവിടെ ഷൂട്ട് കിടക്കണമെന്ന് പറഞ്ഞ് ഇവനെ കാണാൻ വേണ്ടി പോയി. അവർ 2 പേരെയും കണ്ടു, സംസാരിച്ചു, സന്തോഷമായിട്ട്. അങ്ങനെ കൂടെ അത് അവർ കാണുമ്പോൾ ചോദിക്കാറുണ്ട്,
ഇപ്പോഴും ആ ബന്ധം ഉണ്ട് ഇപ്പോഴും ഉണ്ട്. എന്നിലും വന്നിട്ടുള്ള ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഏത് പ്രായക്കാരായാലും എന്നെ കണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ പിരിഞ്ഞു പോയിട്ട്. ഞാനും അനുചേട്ടനും പിരിഞ്ഞു പോകത്തില്ല, എപ്പോഴും കൂടെ തന്നെ കാണും, ഉറപ്പായിട്ടും. എപ്പോഴും കൂടെ ഉണ്ടോ നിങ്ങൾക്ക് കൊള്ളാം, ഉറപ്പായിട്ടും കാണും, ഞങ്ങൾ കാണും. അപ്പോൾ എന്തായാലും ഇനിയും ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയുസ്സും ആരോഗ്യം ദൈവം തരട്ടെ. ഇനി നല്ല നല്ല പ്രവചനങ്ങൾ അങ്ങയുടെ വായിൽ നിന്ന് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രവചനം എനിക്കൂടെ ലോകം അറിയപ്പെടുന്നൊരു ആങ്കർ ആവുന്നു അങ്ങയുടെ വാ കൊണ്ട് സ്വസ്ഥമായിട്ട് മനസ്സുകൊണ്ട് പറയുന്ന രീതി ഞാൻ പറഞ്ഞു പറയത്തില്ല. അതെപ്പോഴെങ്കിലുമൊക്കെ ഓർത്ത് സഞ്ജുവേട്ടനോട് പറയണം എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത്. കാര്യം 9 വർഷമായി ആങ്കറിങ്ങിൽ. അപ്പോൾ എങ്ങും എവിടെ എത്താൻ പറ്റുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാൽ നിങ്ങളെ പ്രയാസം ഞാൻ പറഞ്ഞു. അവർക്ക് സന്തോഷം കഞ്ഞി കുടിക്കില്ലെന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇനിയും ഇങ്ങനെ തീർച്ചയായിട്ടും.